മാമൂല് വിൽക്കാനുണ്ടേ മാമൂൽ. പലതരം ഫ്ലേവറിലുള്ള മാമൂലുകൾ, മിഠായികൾ. സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിലുള്ള കമ്പനി മാമൂൽ, ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ ചെയ്യുന്ന മാമൂൽ മാമ എന്ന കമ്പനിയിൽപ്പെട്ട ഒരു മാമൂലാണ്. അതിൽപ്പെട്ട ഉമുസാല, അങ്ങനെ പല ഫ്ലേവറും ഉണ്ട്. അറബിയിൽ പറയുമ്പോൾ തമറ്, ബുറ് എന്നൊക്കെ പറയും, തൂഫി എന്നൊക്കെയാണ് അത് പറയുക. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഫ്ലേവർ കൂടിയാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഷ്റഫ് പുതുക്കോടാണ്. ഷുഗറുള്ള വ്യക്തികൾക്കും അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് മാമൂലുകൾ. നിങ്ങളെ കുറച്ച് മാമൂലുകൾ ഞാൻ പരിചയപ്പെടുത്താം. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സെയില് നടക്കുന്ന മാമൂല്, സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന മാമൂൽ ബത്തൽ എന്നറിയപ്പെടുന്ന മാമൂലാണ്. സൗദിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു മാമൂൽ ബത്തലാണ്. ബത്തൽ കമ്പനിയുടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ മാമൂലിൽ ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അത് ഇതാണ് കൂടുതലായിട്ട് സെയിൽ നടക്കുന്ന മാമൂൽ ബത്തൽ. നല്ല സൗദികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാമൂലാണ്. എല്ലാ ചെറിയ കടകളിലും ഈ മാമൂല് കാണാവുന്നതാണ്. പിന്നെ അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ മാമൂൽ മാമയാണ്. മാമൂൽ മാമ കമ്പനിയാണ്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് ഫ്ലേവറുകളുണ്ട്. മാമൂൽ മാമൻ്റെ കമ്പനികൾ ഒരുപാട് ഫ്ലേവറുകളുണ്ട്. ഇത് മാമൂൽ ഉമുസാല, അതും മാമ കമ്പനി തന്നെയാണ്. പിന്നെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിലവിൽ കച്ചവടം സെയിൽസിൽ, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന ഒരു മാമൂൽ ഒമാൻ. ഇത് ആളുകൾ, സൗദികൾ അന്വേഷിച്ച് വരുന്നു. അത്രയും നല്ല ഒരു പ്രൊഡക്റ്റാണ്. ഏറ്റവും വില കുറവിലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ ദീമ കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ദീമ. അങ്ങനെ എല്ലാ കമ്പനികളും നമ്മുടെ അടുത്ത് ലഭ്യമാണ്. ദീമൻ്റെ മാമൂലുണ്ട്, ദീമൻ്റെ തമറ്, ബുറ് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഡേറ്റ് ബാർ എന്നാണ് പറയാം, ദീമൻ്റെ ഡേറ്റ് ബാർ. ഇതും ഡേറ്റ് ബാറിൽ പെട്ട തമറാണ്. തമറെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈത്തപ്പഴത്തിനെയാണ് തമറെന്ന് പറയുക. ഇവിടെ സൗദിയിൽ തമറ് പറഞ്ഞാൽ ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ എല്ലാം. ആരോഗ്യത്തിന് ഏറ്റവും നല്ല, ഒരു തരത്തിലും ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത നല്ല ഒരു ഡേറ്റുകൾ നോക്കൂ. ഡേറ്റുകൾ എക്സ്പയറോ അങ്ങനെ ഡേറ്റ് കമ്മിയുള്ളതോ പ്രൊഡക്റ്റുകളല്ല. ഇത് പുതിയൊരു ഫ്ലേവർ വന്നതാണിപ്പോൾ. ബന്ന്, നമ്മളെ കേക്കിൻ്റെ ഒരു ഫ്ലേവറാണിത്. കാപ്പിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടത്. പിന്നെ ഒരു പുതിയൊരു ഫ്ലേവർ ഇപ്പോൾ വന്നാണ്, സനാബിൽ. മാമൂൽ സനാബിലാണ് കമ്പനി. ഇത് ചോക്ലേറ്റ്. ഇത് കോക്കനട്ട് അതിൻ്റെ തമറാണ്. തേങ്ങ, നമ്മുടെ നാട്ടിലെ തേങ്ങ പൗഡർ, അത് കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളിൽ ഈന്തപ്പഴം നിറച്ചതും. വളരെ ടേസ്റ്റിയായ ഒരു പ്രൊഡക്റ്റാണിത്. ഇതിപ്പോൾ മാർക്കറ്റിൽ വന്ന് കുറച്ചേ ആയുള്ളൂ. അത്യാവശ്യം മൂവിങ്ങുള്ള ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ കമ്പനി ഓഫറിലിട്ട മാമൂലുകൾ വന്നിട്ടുണ്ട്. ഇതിൽ റേറ്റ് അടക്കം പ്രിൻ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. എക്സ്ട്രാ 10 റിയാലാണ് അതിൻ്റെ റേറ്റ് വില. അത് കടയിൽ വിൽക്കുന്ന വിലയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ അതൊന്നും താഴ്ന്ന രീതിക്ക് നമ്മൾ കൊടുക്കത്തുള്ളൂ. അതിൽ തന്നെ 3 ഫ്ലേവറുണ്ട്. നമ്മൾ നാട്ടിൽ ചായ കുടിക്കുമ്പോൾ പല എണ്ണക്കടികളും, മിച്ചർ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ കഴിക്കുമ്പോൾ ഇവിടെ ഗാവ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനമാണ് മാമൂൽ.
ഇതിൽ തന്നെ 3 മാമൂലുണ്ട്. ഇത് മിഠായിൻ്റെ ഒരു ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇത്. അതിനകത്ത് ചോക്ലേറ്റ് നിറച്ച പോലെ ആയിരിക്കും ഈ മാമൂല്. കഴിക്കാൻ മാമൂലിൽ പെട്ട ഏതാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അതിൽ ഓരോ ഫ്ലേവർ വ്യത്യാസം വരുമ്പോഴാണ്. اهلا يا مدير اهلا ما شاء الله شوف سمان بضاعه اطراف 100 جديد كمان 100 سعر مضبوط كل شيء مضبوط. شوف هذا كيف ترتيب هذا ما شاء الله تبارك الله. هذا 100 لازم انت تجيب زياده اوكي. هذا كمان فري 100 لازم تجيب زياده. هذا كمان مضبوط اوكي. طيب شغل مضبوط ما شاء الله. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എടുക്കുന്ന ഓരോ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഈ പാലക്കാടൻ കച്ചവടം എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് അടിക്കുക. പുതിയ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഞാൻ വരും. പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തും. നാട്ടിലേക്ക് പോകുമ്പോൾ വളരെ വില കുറവിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള എൻ്റെ കച്ചവടം അതാണ് എൻ്റെ കണ്ടൻറ്റ്. പുതിയ പുതിയ വീഡിയോയുമായി ഇനിയും വരാം. ഞാൻ പോകുന്ന വഴികളും പോകുന്ന സ്ഥലങ്ങളും നിങ്ങളെ കൂടി കാണിക്കുന്നു വീഡിയോയിൽ. അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അസ്സലാമു അലൈക്കും. ഇത് യാമ്പൂർ റോട്ടിലുള്ള ഒരു പള്ളിയാണ്. ബിരിൽ ഷിഫ പള്ളി.